ഹലോ എവരി വൺ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തമ്പനയിൽ കണ്ട പോലെ തന്നെ NCC ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നുള്ള എൻ്റെ കുറേ പ്രിപ്പറേഷൻ വീഡിയോസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീട്ടി വലിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. NCC ക്യാമ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് വ്ളോഗും ഉടൻ തന്നെ വരും കേട്ടോ. ഈ വ്ളോഗ് ഞാൻ NCC കഴിഞ്ഞ് വന്നിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഗൈസ്, ഓരോ ഡേറ്റ് ആയിട്ടാണ് നമ്മുടെ വീഡിയോസ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ വ്ളോഗ് ഏപ്രിൽ 16 ആണ്. അന്നേ ദിവസം രാവിലെ 10 മണിക്ക് സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിഫോം എല്ലാം ഇട്ടിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ രാവിലെ ഒരു 8 മണിയായപ്പോഴത്തേക്കും എണീറ്റു, എന്നിട്ട് ഫ്രഷായി ഫുഡെല്ലാം കഴിച്ചു. പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ ഞാൻ തലേ ദിവസം തന്നെ യൂണിഫോം എല്ലാം അയൺ ചെയ്ത് വെച്ചിരുന്നു. അതേപോലെ തന്നെ യൂണിഫോമിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ബെഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വെച്ചിരുന്നു, അതും എടുത്തു വെച്ചു. പിന്നെ എനിക്ക് 8 ഫിയർ ഉമ്മ കെട്ടി തന്നു. അതിനുശേഷം യൂണിഫോം എല്ലാം ചേഞ്ച് ചെയ്ത് വന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പോകുന്നതിന് മുന്നേ തന്നെ പർപ്പിളിൽ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു. എൻ്റെ ഫേസിന് വേണ്ടിയിട്ടുള്ള സൺസ്ക്രീമും മോയ്സ്ചറൈസർ ആയിരുന്നു. പർപ്പിളിലാണ് ഓർഡർ ചെയ്ത്. പർപ്പിൾ പല ഡിസ്കൗണ്ട് ഓഫേഴ്സ് എടുക്കുന്നുണ്ട്. കൂടെ 2 ഫ്രീ ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫേസ് മാസ്ക് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ അന്ന് അൺബോക്സ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഏപ്രിൽ 18 ആണ്. ഇന്ന് ഞാൻ നമ്മുടെ ക്യാമ്പിനായിട്ടുള്ള എല്ലാ ഐറ്റംസും വാങ്ങിയിട്ടുണ്ട്. 2 ഐറ്റംസ് ഒഴികെ എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ബാക്കി 2 നാളെയും മറ്റന്നാളായിട്ട് വാങ്ങും. അപ്പോൾ 21 പോവുക. പിന്നെ 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ നാളൊക്കെ ആയിട്ട് മിക്കവാറും വാങ്ങുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ബാക്കി ഐറ്റംസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓരോ ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിട്ടാണ് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഇത് ഒരു കുഞ്ഞി പില്ലോയാണ്. അപ്പോൾ ഇത് പില്ലോ വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയൊരു പില്ലോ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വലിയ പില്ലോ ആണ്. പിന്നെ ഉള്ളത് ചെറുതാണെങ്കിലും അത്യാവശ്യം കുറച്ച് വലുതായതുകൊണ്ട് കുഞ്ഞി പില്ലോ വാങ്ങി കേട്ടോ. 60 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ചെറുതായിട്ടൊരു എന്തെങ്കിലും ഒരു പില്ലോ കവർ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഓട്ടോ കൊണ്ടുപോകുക. അപ്പോൾ പില്ലോ കവർ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു പില്ലോ ഞാൻ വാങ്ങിയതാട്ടോ. പിന്നെ ഗൈസ്, ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഷൂ പോളിഷറാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി മോഡലാണ്. ഇങ്ങനത്തെ ഇവിടെ ഇങ്ങനെ ഒരു സ്പോഞ്ച് ടൈപ്പ് ഉള്ളിലൊരു ഇതുണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡ് വരും. പിന്നെ ഇങ്ങനെ ഷൂ പോളിഷ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ള അത്യാവശ്യം ഉണ്ട് കേട്ടോ. ലിക്വിഡ് പോലത്തെ ഷൂ പോളിഷിംഗ് ആണ്, ബ്ലാക്ക്. പിന്നെ നമുക്ക് നമ്മുടെ DMS ഷൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ഷൂ ലേസ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണത്തേക്കുള്ള ഷൂ ലേസ്. പിന്നെ ഗൈസ്, എന്തായാലും എവിടെയാണെങ്കിലും അത്യാവശ്യം ചൂടാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മിനി ഫാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു കുഞ്ഞ് ബ്ലോഗ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്നാലും ഇത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ സാധനം, ഒരു മിനി ഫാനാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യാനും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ ചെറിയൊരു പ്ലഗ് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് 215 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലുക്കൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. ബാക്കാണിത്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ലുക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചെറിയൊരു സൗണ്ടാണ്. ഇവിടെ ഒരു പ്ലസ് മൈനസ് ഉണ്ട്. ആ പ്ലസ് ഇങ്ങനെ അമർത്തിയാൽ ഈ സ്ക്രീനിൽ 1 2 3 നിങ്ങളെ കാണാം. അതിങ്ങനെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 6 7 8 9 അങ്ങനെ ഇങ്ങനെ പോകും തോറും ഇതിൻ്റെ സ്പീഡ് കൂടും. 120 വരെ ഇത് പോകുന്നുണ്ട്. 120 ഇസ് ദ ഹയസ്റ്റ് സ്പീഡ് ആൻഡ് കുറച്ചുകൂടി സൗണ്ടും ഉണ്ടാവും. പിന്നെ നൈറ്റൊക്കെ ആണെങ്കിൽ ഇത് ചെറിയ ലൈറ്റും ഉണ്ട് കേട്ടോ. പിന്നെ 120 നല്ല സൗണ്ടും ആണ്, നല്ല കാറ്റുമാണ്. ഇവിടെ നിന്ന് പിടിച്ചാൽ 120 അത്യാവശ്യം ഒരു ചെറിയ ഡിസ്റ്റൻസിൽ വരെ 120 പോകുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഇവിടെ ഇതിപ്പോൾ 9 10 ഇടാം, അല്ല 20 നോക്കാം കേട്ടോ. ചെറിയൊരു വ്യത്യാസമൊന്നുമില്ല സൗണ്ടിൽ. 20 ചെറിയൊരു വ്യത്യാസം. അപ്പോൾ നല്ലൊരു അത്യാവശ്യം ഇതുവരെ കാറ്റ് പോകും. പിന്നെ ഇങ്ങനെ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. പിന്നെ ഓഫ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഈ മുകളിലേക്ക് ഇട്ട് ഞാൻ താഴത്ത് കൊടുക്കും. പിന്നെയാണ് സാധനം. പിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ആക്കിയിട്ട് കാര്യമില്ല. ഇവിടെ കാറ്റ് വരില്ല, ഇവിടെ മാത്രമേ കാറ്റ് വരുള്ളൂ. അപ്പോൾ കാണാൻ നല്ല അടിപൊളി ലുക്കും പ്രൈസിനുള്ള ഐറ്റവും ഉണ്ട്. 100 റുപ്പീസിൻ്റെ ഒരു മിനി ഫാൻ ഉണ്ട്. അപ്പോൾ അതിന് ആ ക്വാളിറ്റി എന്ന് വെച്ചാൽ 100 റുപ്പീസിനുള്ള വേർത്ത് ഇല്ല. ബെറ്റർ ഫോർ ദറ്റ് എനിക്ക് 215 വേർത്ത് ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. കാര്യം ഇതാകുമ്പോൾ നമുക്ക് ഇനിയും വേറെ വല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയൊരു നോൺസെൻസ് ഉണ്ടാവും. ഞാനിങ്ങനെ ഉള്ളിലായതുകൊണ്ട് ഹാളിലായതുകൊണ്ട് വണ്ടികൾ പോകുന്നതിൻ്റെ സൗണ്ടൊക്കെ ചിലപ്പോൾ വരും കേട്ടോ. ഒന്നും കാര്യമൊക്കെ കേട്ടോ. അപ്പോൾ ഒരു പ്ലഗിങ് ഉണ്ട്. ഇത് ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ പോകുന്നതിന് മുന്നേ ഫുൾ ചാർജ് ആക്കിയിട്ട് വേണം എനിക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഓക്കെ.
അപ്പോൾ ഇത് വർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഓഫ്ലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഇത്രയും ഐറ്റംസാണ് ഗൈസ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ചൂട് കാലത്ത് നമുക്ക് എന്തായാലും അവിടെ പോയാൽ ഫാനൊന്നും അത്ര കിട്ടണമെന്നില്ല. ഒരു ക്ലാസ്സിൽ കുറച്ച് പേര് നിൽക്കുമ്പോൾ ഫാനില്ല, അതുകൊണ്ട് ബെറ്റർ ഫോർ എനിക്കിത് തോന്നിയുകൊണ്ട് ഇത് വാങ്ങിയതാട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഷോപ്പിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത്. സെക്കൻഡ് ഷോപ്പിൽ എന്തൊക്കെയാണ് വാങ്ങിയത് കാണാം. സെക്കൻഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഗൈസ് ഇത്രയും ഐറ്റംസ്. ഒക്കെ കുറച്ച് ഐറ്റംസ് ആണെങ്കിലും പ്രൈസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് എനിക്ക് ടോട്ടൽ വന്നിട്ടുള്ള ക്യാഷ് പറയാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ കണ്ടത് ഞാൻ ഒരു നോർമൽ നമ്മുടെ ഈ സ്റ്റേഷനറി ഷോപ്പ് ഉണ്ടല്ലോ അവിടെ നിന്നാണ് വാങ്ങിയത്. ഇതൊക്കെ ഫാൻസി ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫാൻസി ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബാത്റൂം ചെരുപ്പ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ സൈസിനനുസരിച്ചുള്ളൊരു ബാത്റൂം ചെരുപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് ഫാൻസീസും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതൊരു സെറ്റായിട്ട് കിട്ടിയതാണ്. ഈ ഒരു സെറ്റിന് 5 രൂപ. അങ്ങനെ 2 കളറിലുള്ള 4 ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ കുറേ ബണ്ണുള്ളതുകൊണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ UV പിന്നെ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. കാരണം നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഹെയർ കെട്ടാൻ വേണ്ടിയിട്ട് വേണ്ടാണ് UV പിന്നെ. അതുകൊണ്ട് അതെന്തെങ്കിലും UV പിന്നെ മിസ്സാവാൻ കാരണം ഉണ്ടാകുമെന്ന് തോന്നിയുകൊണ്ട് 2 എണ്ണത്തിൽ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ 10 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം. പിന്നെ ഇതിനകത്ത് 5-10 രൂപയാണ് ഇത്രയും സ്ലൈഡ്സിന് വരുന്നത് കേട്ടോ. അപ്പോൾ 10 സ്ലൈഡാണ് വരുന്നത്. അടിപൊളി 10 സ്ലൈഡ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമുക്ക് NCCക്ക് ആവശ്യമാണ്. ഹെയർ നെറ്റാണ്. ഓക്കെ, ഇതെന്തെന്ന് അറിയാത്തവരുണ്ടോ? NCC യൂസ് ചെയ്യുന്ന ഹെയർ നെറ്റാണ്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള 3 ഹെയർ നെറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. എന്നാലും എക്സ്ട്രാ ഒന്ന് വാങ്ങിയതാണ്. പിന്നെ ഒരു ക്യൂട്ട് 1 പെയർ ഇയറിങ്സ് വാങ്ങിയിട്ടുണ്ട്, ഒരു ബേർഡ്. ഓക്കെ, ഇത്രയും ഐറ്റംസാണ് സെക്കൻഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ഇനി തേർഡ് ഷോപ്പിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണാം കേട്ടോ. ഞാൻ ഓരോന്നും എന്തൊക്കെ വാങ്ങണം എന്നൊരു ലിസ്റ്റ് ഇട്ട് വെച്ചാൽ ഗേസ് ഇവിടുന്ന് പോയത് കേട്ടോ. നമുക്ക് തേർഡ് ഷോപ്പിൽ നിന്ന് എന്താ വാങ്ങിയെന്ന് കാണാം. തേർഡ് ഷോപ്പ് എന്ന് പറയുന്നത് ഡ്രസ്സാണ്. അപ്പോൾ കുറച്ച് ഡ്രസ്സസ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് പോകുമ്പോൾ നമ്മുടെ യൂണിഫോം മെയിനാണ്. NCC യൂണിഫോം, ട്രാക്ക് ഷൂട്ട്. പോകുമ്പോൾ ട്രാക്ക് ഷൂട്ടാണ്. പിന്നെ നമ്മുടെ NCC യൂണിഫോം. അല്ലാതെ തന്നെ നമുക്ക് 10 ഡേക്കുള്ള ട്രാക്ക് ഷൂട്ട് പാൻറ്റ്, അതേപോലെ കോളർ ടൈപ്പ് ബനിയന് വേണം. അപ്പോൾ അതാണ് ഗൈസ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബ്ലാക്ക് ട്രാക്ക് ഷൂട്ട് പാൻറ്റാണ്. ഓക്കെ, ഒരു 3 ലൈൻ വരുന്ന ഇത് ഏതാണ് ബ്രാൻഡ്? ഫീല് ഇതാണ് ഗൈസ് ട്രാക്ക് ഷൂട്ട് പാൻറ്റ്. ബ്ലാക്കിൽ 3 ലൈൻ വരുന്ന രീതിയിലുള്ള ട്രാക്ക് ഷൂട്ട്. ഈ സെയിം ഒരു രീതിയിലുള്ള ഒരു ഗ്രീൻ കളർ 3 ലൈൻ വരുന്ന രീതിയിലുള്ള വേറൊന്നും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്? അഡിഡാസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം അല്ല, 3 എണ്ണം വേണം. 3 എണ്ണം മൂന്നാമത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഒരു ട്രാക്ക് പാൻറ്റും ഒരു ഇതും എൻ്റെ ഒരു ഫ്രണ്ട് തന്നിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് ഓൾറെഡി 1 പെയർ ഓഫ് സോക്സ് ഉണ്ട്. ബട്ട് എനിക്ക് ഒന്നും കൂടി വേണമെങ്കിൽ അതുകൊണ്ട് ഒരു ബ്ലാക്ക് 1 പെയർ ഓഫ് സോക്സ് കൂടി വാങ്ങി. പിന്നെ വൈറ്റ് കർച്ചീഫ്. NCCക്ക് യൂണിഫോമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വൈറ്റ് കർച്ചീഫ്. അതുകൊണ്ട് അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ തോർത്ത്. അപ്പോൾ 2 തോർത്ത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള 2 തോർത്തുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 ഡിസൈനിലുള്ള 2 തോർത്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ തേർഡ് ഷോപ്പിൽ നിന്ന് ഡ്രസ്സസ് ആയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ 3 ട്രാക്ക് പാൻ്റ് അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ 3ാമത്തെ ട്രാക്ക് പാൻ്റൊക്കെ എവിടെയാണ് അത് കാണിച്ചത് കേട്ടോ. 2 ട്രാക്ക് പാൻ്റാണ് വാങ്ങിയത്. അതേപോലെ 2 ട്രാക്ക് പാൻറ്റുക്കുള്ള 2 കോളർ ടൈപ്പ് ബനിയനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് ഞാൻ 2 ഷോപ്പിൽ കയറിയിട്ടും അവിടെ എനിക്ക് പറ്റിയിട്ടുള്ള രീതിയിലുള്ള കോളർ ടൈപ്പ് ബനിയൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതാണ് ഗൈസ് എനിക്ക് വാങ്ങാനുള്ള ഒരെണ്ണം. എനിക്ക് 2 കോളർ ടൈപ്പ് ബനിയൻ വാങ്ങണം. അത് ഞാൻ നാളെ വാങ്ങും കേട്ടോ. അത് ഞാൻ കുമരനെല്ലൂരാണ്. അപ്പോൾ അവിടെ നോക്കിയിട്ട് എനിക്ക് കിട്ടില്ല. അവിടെയുള്ള 2 ഷോപ്പിൽ നോക്കി. പിന്നെ ഞാൻ പടിഞ്ഞാറങ്ങാടി നോക്കും. ഓക്കെ, ഇവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. ഇത് ഗൈസ് എൻ്റെ 3ാമത്തെ ട്രാക്ക് പാൻ്റാണ്. ഓക്കെ, ഈ ഒരു ബ്ലൂ ട്രാക്ക് പാൻറ്റ് വിത്ത് അതിലേക്കുള്ള കോളർ ടൈപ്പ് ബനിയനാട്ടോ. ഇത് ഒരു കണ്ട ഇങ്ങനത്തെ ടൈപ്പ്.
കോളർ ടൈപ്പ് ബനിയനാണ് ഗൈസ്. ഇതൊരു കുഴപ്പമില്ലല്ലേ, അടിപൊളി. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് സെറ്റായി. ഞാൻ 2 ട്രാക്ക് പാൻറ്റിലേക്കുള്ള 2 കോളർ ടൈപ്പ് ബനിയൻ കൂടി ആയി കഴിഞ്ഞാൽ എനിക്കുള്ള ഡ്രസ്സസിലെ മെയിൻ കഴിഞ്ഞു കേട്ടോ. ഞാൻ ലാസ്റ്റ് ലിസ്റ്റ് വായിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇനി അതൊക്കെ NCC പോകുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ. പിന്നെ ഗൈസ് ഞാൻ ഇവിടെ കുഞ്ഞല്ല, കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള വൈറ്റ് കർച്ചീഫല്ല, അതിനേക്കാളും വലുപ്പമുള്ള ഒരു രീതിയിലുള്ള തുണി പോലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുഖം തുടക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ 2 എണ്ണം ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു 2 എണ്ണം നമുക്ക് മുഖം തുടക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ 4th ഷോപ്പിൽ നിന്ന് ഞാൻ അത്യാവശ്യം കുറേ ഐറ്റംസ് അവിടെ നിന്നാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ സ്റ്റീൽ പ്ലേറ്റ്. അയ്യോ. നെക്സ്റ്റ് അതിലേക്കുള്ള കുഞ്ഞി മഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിലവർ ഗ്ലാസ് കൊണ്ടാവും, ഞാൻ മഗ്ഗ കേട്ടോ. പിന്നെ ഗൈസ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട് സൺസ്ക്രീം കേട്ടോ. അപ്പോൾ 2 കൊണ്ടുണ്ടാവും. ഇത് മോയ്സ്ചറൈസറാണ്, ഡോക്ടർ ഷേർട്സിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സിയുടെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറും വിത്ത് ഡോക്ടർ ഷേർട്സിൻ്റെ കേസറൻ കോജിക്കാസറിൻ്റെ സൺസ്ക്രീമുമാണ്. 15 ml ആട്ടോ ഇത് രണ്ടും വരുന്നത്. ഇതൊരു ഓഫറിന് വാങ്ങിയാണ്. പിന്നെ അതിൻ്റെ കൂടുതൽ നമുക്ക് പേർപ്പിൾ 2 ഗിഫ്റ്റ്സ് കൊടുത്തതുണ്ടായിരുന്നു. അത് ആ വീഡിയോ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇത് 2. പിന്നെ ഫേസ് വാഷ്, നീം ഫേസ് വാഷാണ് കേട്ടോ. പിമ്പിളിന് ചെറുതാണ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പേസ്റ്റ് ഏറ്റവും ചെറുതാണ് കേസ്. പിന്നെ കേസ് ഇത് സോപ്പ് ബോക്സ് ആണ്. സോപ്പ് ബോക്സിൻ്റെ ഉള്ളിൽ സോപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടിച്ചിട്ടില്ല. വിവലിൻ്റെ 10 രൂപയുടെ സോപ്പാണ്. കാരണം അവിടെ പോയാൽ അങ്ങനെ പറ്റുന്നറിയില്ല, ചെറിയ സോപ്പ് മതി നമുക്ക് വീട്ടൊക്കെ ഇങ്ങനെ. ഓക്കെ. പിന്നെ പ്ലാസ്റ്റിക് കയർ അയൽ കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൻ്റെ 10 രൂപയുടെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഒരെണ്ണം കൂടി വാങ്ങുന്നു കേട്ടോ. ക്ലോത്ത് ക്ലിപ്സ്, പാരഷൂട്ട്. ഇത് ഒരു കുഞ്ഞി സ്പ്രേ ആണ്. അതിൻ്റെ ഇവിടെ ഉള്ള ഓർഡറിലുള്ളതാണ് കേട്ടോ. ഇത് റോസ് വാട്ടറാണ്. ഞാനങ്ങനെ മേക്കപ്പിന് അത്ര ഇല്ല, അപ്പോൾ അതുകൊണ്ട് അതാണ് യൂസ് ചെയ്യാറ്. സ്ട്രെക്സിൻ്റെ ഹെയറിൻ്റെ ഒരു സിറാണ്. പിന്നെ ഹെയർ ജെൽ. പിന്നെ നമുക്ക് മെയിനായിട്ട് ഒരു കണ്ണാടി വാങ്ങിയിട്ടുണ്ട്. ഇതൊരു ന്യൂ ടൈപ്പ് കണ്ണാടിയാണ്. അത്യാവശ്യം നമ്മുടെ ഫേസ് എടുത്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഇതുണ്ട് കേട്ടോ. അയ്യോ, 2 സൈഡാണോ മിറർ? ഓക്കെ. പിന്നെ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കാൻ പറ്റിയ ടൈപ്പാണ്. സ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയ കേട്ടോ. ഇത് 2 ടൈപ്പ് ഉണ്ട്, ഞാൻ കണ്ടില്ല. അയ്യോ. അപ്പം അത് ഞാൻ വാങ്ങിയതാട്ടോ. എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. കാര്യം കണ്ണാടി നമ്മൾ ഈ ഫോൺ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും കണ്ണാടി നമുക്ക് വാങ്ങണം. അപ്പോൾ കണ്ണാടി ഇത്രയാണ് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. യെസ്, കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ 4th ഷോപ്പിംഗ് ഐറ്റംസ്. നമ്മൾ വീഡിയോ വെക്കണ മാത്രമല്ല, ഞങ്ങൾ ബിഹൈൻഡ് ദ സീൻസൊക്കെ കുറച്ച് കാണും. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. നമ്മുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒക്കെ ഒന്ന് എടുത്തോ കേട്ടോ. വേണമെങ്കിൽ ചിലവരൊക്കെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ചെയ്യാം. ഞാനെല്ലാം വാങ്ങിയെന്നുള്ളത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഗൈസ് ഞാൻ അടുത്ത് കാണിക്കുന്നത് ബാഗാണ്. ഞാൻ ചിലപ്പോൾ ഈ ബാഗ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉറപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചാൽ അപ്പം തന്നെ പറയാം. ഇതൊരു ബാഗാണ്. നല്ലൊരു ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റിയ ടൈപ്പ് ബാഗാണ്. ഇതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിനാ കാണിച്ചത്. ഇതിലുള്ളതൊക്കെ എൻ്റെ ഈ ബാഗൊക്കെ ഞാൻ വാങ്ങിയതൊന്നുമല്ല കേട്ടോ. ഇതാണ് ഗൈസ് ബെഡ്ഷീറ്റ് വേണം കേട്ടോ. പില്ലോ പോലെ തന്നെ ബെഡ്ഷീറ്റ് വേണം. പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ ഞാൻ ചെറുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബാഗൊക്കെ നമ്മുടെ തന്നെയാണ് കേട്ടോ. പിന്നെ ഗൈസ് ഇതിൻ്റെ ഉള്ളൊരു ലെമണിൻ്റെ സോപ്പുണ്ട്. ഇത് ഞാൻ ഇവിടെ ഉള്ളതായിരുന്നു. പിന്നെ വിചാരിച്ചു ഇത്രയും വലുതൊന്നും കൊണ്ടുപോകണ്ട വെച്ചിട്ടാണ് ഞാൻ ചെറുതെടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ
നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഇതും ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വെച്ചതാണ്. ഓക്കെ, ഇതൊന്നും ഞാൻ വാങ്ങിയതല്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ളതിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഗൈസ് നമുക്കൊരു 3 ഹാങ്കർ കൂടി വേണം കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ ഈ ഒരു ബാഗിലും അത്യാവശ്യം ഐറ്റംസ് എടുക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. വേറെ ബാഗ് കിട്ടുകയാണെങ്കിൽ അതുകൂടി കൊണ്ടുപോകും, അല്ല അതുകൂടി കൊണ്ടുപോകുന്നല്ല, അതിൽ അത്യാവശ്യം കൊള്ളുകയാണെങ്കിൽ അത് കൊണ്ടുപോകും കേട്ടോ. ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എല്ലാ ഐറ്റംസും വാങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നിട്ട് ഞാൻ നമ്മളെ ലിസ്റ്റ് വായിച്ചു തരാം. അപ്പോൾ അതിവിടെ കൊടുക്കുകയും ചെയ്യാം, വേണമെന്നുള്ളവർക്ക് നോക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ലിസ്റ്റ് വായിച്ചു അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ബനിയൻ ഒരു പാക്കറ്റ് കൂടി നമുക്ക് ടൈഡ് വാങ്ങണം. പിന്നെ നമ്മുടെ യൂണിഫോമിലുള്ള ഒരു ലൈനി അതും കൂടി വാങ്ങണം. 3 ഐറ്റംസ് എനിക്ക് വാങ്ങാണ്ട്, അപ്പോൾ അതും കൂടി വാങ്ങണം. അതേ നാളൊക്കെ ആയിട്ട് വാങ്ങും കേട്ടോ. ഓക്കെ, പിന്നെ ഗൈസ് നമ്മൾ ഞാൻ ലിസ്റ്റ് കാണിക്കുമ്പോൾ കാണിച്ചു ഭയങ്കര ടയർഡായി പോയി. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. ഇവിടെ ഫുൾ ഐറ്റംസ്. അങ്ങനെ അടുത്ത ദിവസമായിട്ടുള്ള 19-ാം തീയതി വാങ്ങിയിട്ടുള്ള കേട്ടോ ഇതൊക്കെ. ചെരുപ്പ് വാങ്ങി, പിന്നെ ഇതാ കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ടി, ഖത്തർ പഫ്ക്കി, കുറുക്കുറു, കുറേയൊക്കെ സ്നാക്സൊക്കെ വീട്ടിലുള്ളതാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ പുതിയൊരു ലൈനിയാർഡ് വാങ്ങി, ചെരുപ്പ് വാങ്ങി, കൾച്ചറൽക്ക് വേണ്ടിയിട്ടൊരു ഷോർട്ട് കുർത്തി വാങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് അല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് താഴെ പറയണം. പിന്നെ നൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസം ഞാൻ 20-ാം തീയതി ചെയ്തിട്ടുള്ള കേട്ടോ ഇതൊക്കെ. ഷൂ പോളിഷ് ചെയ്തു, അതേപോലെ യൂണിഫോം അയണൊക്കെ ചെയ്തു വെച്ചു. പിന്നെ ഇതാ തലേ ദിവസം രാത്രി ഇരുന്നിട്ട് എല്ലാതും ഇങ്ങനെ പാക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. പിന്നെ ഫാനൊക്കെ ഫുൾ ചാർജാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ബാഗിലെല്ലാം ആക്കി വെക്കുന്നു. പിറ്റേ ദിവസം 21-ാം തീയതി പോകുമ്പോൾ ഉള്ളതാണ്. രാവിലെ 7 മണിക്ക് എണീറ്റു, ട്രാക്കൊക്കെ ഇട്ട് റെഡിയായി, ടോഫിയറൊക്കെ കെട്ടി ചായയൊക്കെ കുടിച്ചു. അങ്ങനെ പോകുമ്പോഴുള്ള ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഗായ്സ് ഇനി ഞാൻ NCC ക്യാമ്പിൻ്റെ എക്സ്പീരിയൻസ് ബ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ഇത്രയേ ഉള്ളൂ.